രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ നാരായണീയൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 10ാമത്തെ ദശകം 10ാമത്തെ ശ്ലോകം 106ാമത്തെ എപ്പിസോഡാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ്, ചൊവ്വാഴ്ച രാധാദേവി, കൃഷ്ണന്റെ രാധ, രാധയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരെല്ലാം ചൊവ്വാഴ്ച 12 മണിക്ക് വരുന്ന രാധയുടെ പ്രണയം കേൾക്കണം. ബുധനാഴ്ച നിങ്ങൾക്ക് ഭജഗോവിന്ദത്തിന്റെ ക്ലാസ്സാണ്, സാക്ഷാൽ ശങ്കരാചാര്യ സ്വാമിയുടെ. വ്യാഴാഴ്ച അഷ്ടപതി എഴുതിയ ജയദേവ കവിയുടെ അസാധാരണമായ പ്രണയ കഥയിലൂടെയുള്ള യാത്രയാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെങ്കിൽ ഞാൻ കൊല്ലത്താണ്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നുള്ളതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ പിന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാവിധ ഹോസ്റ്റൽ സൗകര്യങ്ങളും എല്ലാം ഉണ്ടാകും. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യമുണ്ട്. അതിനെക്കുറിച്ച് നേരിട്ട് അറിയണമെങ്കിൽ എന്നെ 9645333999 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, വിളിച്ചാൽ മതി. ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി, തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ നിശ്ചയമായും അഷ്ടാവക്ര ഗീത കേൾക്കണം. അതേ കണക്ക് തന്നെ പ്ലേലിസ്റ്റിൽ രാധികാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളത് പഠിക്കണം. വരികൾ ഉൾപ്പെടെയും വരികളില്ലാതെയും അതിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് പഠിക്കുക. രാധാ സഹസ്രനാമമുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അതേ കണക്ക് തന്നെ നമ്മൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. കൃഷ്ണൻ്റെ പുനരവതാരമായ ശ്രീബുദ്ധനെ കുറിച്ചുള്ള കഥകളുണ്ട്. അതേ കണക്ക് നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. ഇപ്പം താണ്ടെ നമ്മൾ ലളിതാ സഹസ്രനാമവും പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്താൽ എന്നും രാവിലെ നിങ്ങൾക്ക് 5:30 മണിയാകുമ്പോൾ പോസിറ്റീവ് എനർജി നൽകുന്നതും അറിവ് കിട്ടുന്നതുമായ മോർണിംഗ് മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി की जय.
എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് ആപത്തുകൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് അപകടങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ നമുക്ക് ഇന്നത്തെ നാരായണീയം പാടിത്തരുന്നത്, ഈ ദശകം മുഴുവൻ നമുക്ക് പാടിത്തന്നത് നമ്മുടെ അൽബയാണ്. അപ്പൊ അൽബ, ഇനി ഞാൻ അൽബയെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവരുടെയും പ്രിയങ്കരിയായി അൽബ മാറിക്കഴിഞ്ഞു. സാക്ഷാൽ നാരായണന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് അൽബയ്ക്ക് നാരായണീയം പാടാൻ സാധിക്കുന്നത്. അങ്ങനെ നാരായണീയം പാടാൻ സാധിക്കുക എന്ന പുണ്യപ്രവൃത്തിയാണ് അൽബയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ നാരായണീയം പാടാൻ ആഗ്രഹമുള്ള ആരുണ്ടെങ്കിലും, നിങ്ങൾ വലിയ പാട്ടുകാരൊന്നും ആകണ്ട, ഒരുവിധം പാടുമെന്നുണ്ടെങ്കിൽ എൻ്റെ 96453339 എന്നെ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് ഇടുകയോ ചെയ്താൽ മതി. അപ്പം നമ്മുടെ അൽബ അതിമനോഹരമായി ഉള്ളിൽ തട്ടിക്കൊണ്ട് രാധേ രാധേ ചാനലിൻ്റെ പ്രിയങ്കരിയായ, നമ്മുടെ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ അൽബ അത് പാടുകയാണ്. കേട്ടുകൊള്ളൂ. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. जानन्नु पायमददेहमजो विभज्य स्त्रीपुंसभावमभजन्मनु तद्वधूभ्यां ताभ्यां च मानुषकुलानि विवर्तयंस्त्वं गोविन्द मारुतपुरेश നിരുന്തീരോഗാൻ. അപ്പോൾ നമ്മുടെ അൽബ അത് മനോഹരമായി പാടിയത് നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം, ഇല്ലേ? എന്താണ് അടുത്ത ശ്ലോകം എന്ന് പറയുന്നത്? ജാനന്നുപായ അധ ദേഹമജോ വിഭജ്യ സ്ത്രീ പുംസഭാവ അഭജന്മനുദൂഭ്യാം താഭ്യാം ച മാനുഷകുലാനി. എന്നിട്ടോ പിന്നെ പറയുന്നത് വിവർദ്ധയം സ്തം ഗോവിന്ദ മാരുത പുരാധിപ രുന്ധി രോഗാൻ. അർത്ഥം എഴുതിക്കോ. ജാനന്നുപായമത. അർത്ഥം പിന്നീട് ഉപായം അറിഞ്ഞിട്ട്. ഉപായം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം. അപ്പൊ പിന്നീട് ഉപായം അറിഞ്ഞിട്ട്. ദേഹമജോ, അർത്ഥം ബ്രഹ്മാവ് ദേഹത്തെ. ദേഹം അജോ, ബ്രഹ്മാവ് ദേഹത്തെ. വിഭജ്യ, വിഭജിച്ചു. സ്ത്രീ പുംസഭാവം, അർത്ഥം സ്ത്രീ പുരുഷഭാവം. സ്ത്രീ പുരുഷഭാവം. അഭജത് പ്രാപിച്ചു. മനു തദ്വധൂഭ്യാം, മനുവിൻ്റെ ഭാര്യ എന്നിവരെ കൊണ്ട്. മനു തദ്വധൂഭ്യാം, അർത്ഥം മനുവിൻ്റെ ഭാര്യ എന്നിവരെ കൊണ്ട്. താഭ്യാം ച, അവർ രണ്ടുപേരെയും കൊണ്ട്. മാനുഷകുലാനി, അർത്ഥം മനുഷ്യവർഗം. മനുഷ്യവർഗം. വിവർദ്ധയംസ്തം എന്ന് പറഞ്ഞാൽ അർത്ഥം വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ. മാരുതപുരേശ, അർത്ഥം ഗുരുവായൂരപ്പ. മാരുതപുരേശ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ. നിരുന്ധി, അർത്ഥം ഇല്ലാതാക്കണേ, നിരോധിക്കണേ എന്നൊക്കെയാണ്. നിരുന്ധി, ഇല്ലാതാക്കണേ. രോഗാൻ, അർത്ഥം രോഗങ്ങളെ. അപ്പൊ രോഗങ്ങളെ ഇല്ലാതാക്കണേ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു മാർഗം കണ്ടെത്തിയ ബ്രഹ്മാവ് തൻ്റെ ദേഹത്തെ വിഭജിച്ച് മനുവും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി മാറി. അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഒരു മാർഗം തെളിഞ്ഞു കിട്ടിയപ്പോൾ ബ്രഹ്മാവ് സ്വന്തം ശരീരത്തെ മുറിച്ച് മനുവും മനുവിൻ്റെ ഭാര്യയുമായി അവരിലൂടെ സ്ത്രീ പുരുഷന്മാർ എന്ന ഭാവത്തെ പ്രാപിച്ചു.
സ്ത്രീ എന്നും പുരുഷനുമെന്നുമുള്ള ഭാവത്തെ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യവർഗം വികസിച്ചു വന്നു. ഗുരുവായൂരിൻ്റെ നാഥനായ ഹേ ഗോവിന്ദ, എൻ്റെ രോഗങ്ങളെയും അങ്ങില്ലാതാക്കി തരേണമേ. ഞാൻ നിങ്ങൾക്ക് വിശദമാക്കി തരാം, ശ്രദ്ധിച്ചു കേട്ടോളണം. അതിനു മുമ്പ് നിങ്ങളിത് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്കത് പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ ലളിതാ സഹസ്രനാമത്തിൻ്റെ ക്ലാസ് ഇടുന്നത്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും ലളിതാ സഹസ്രനാമം പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് എൻ്റെ 96453339 ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എനിക്ക് വാട്സപ്പാണ് ഒരു മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ ലിങ്ക് അയച്ചു തരും. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾക്ക് അർത്ഥമറിഞ്ഞ് ലളിതാ സഹസ്രനാമം പഠിക്കാം. ഞാൻ ഓരോ നാമങ്ങൾ പ്രത്യേകം എടുത്താണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേഗം നിങ്ങൾക്ക് ലളിതാ സഹസ്രനാമം കാണാതെ പഠിക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണം. സൃഷ്ടി നടക്കുന്നില്ല എന്ന് മനസ്സിലായ ബ്രഹ്മാവ് സൃഷ്ടി ഇനി പുരോഗമിക്കണമെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചതാണ്. അപ്പം ഭഗവാന്റെ പാദത്തിൽ അഭയം പ്രാപിച്ച് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചതോടുകൂടി സൃഷ്ടി നടത്താനുള്ള ഉപായം തെളിഞ്ഞു വന്നു. അങ്ങനെ ആദ്യം പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ടുണ്ടായ രുദ്രൻ, ആ രുദ്രന് ഭാര്യമാരെയും നൽകി. അവരുടെ സന്താനം കൊണ്ട് ലോകം നിറഞ്ഞു. പക്ഷെ അവർ മൊത്തം രുദ്രന്റെ മാത്രം സന്താനങ്ങളാണ്, രുദ്രന്റെ സ്വഭാവമുള്ള സന്താനങ്ങളാണ്. അപ്പൊ ബ്രഹ്മാവ് പിന്നെയും വിഷമിച്ചു. പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ആൾക്കാരാണ് വേണ്ടത്. ഇവിടെ രുദ്രന്റെ മക്കൾക്ക് ഒറ്റ സ്വഭാവമേ ഉള്ളൂ, അത് ക്രോധമാണ്. അപ്പോൾ പിന്നെ എന്തു ചെയ്യും? ആ സമയത്ത് ഭഗവാൻ ബ്രഹ്മാവിന്റെ മനസ്സിൽ ഒരാശയം തോന്നിപ്പിച്ചു. അങ്ങനെ ആ ആശയം പിടികിട്ടിയപ്പോൾ ബ്രഹ്മാവ് എന്തു ചെയ്തു? സ്വയം സ്ത്രീയായും പുരുഷനുമായും രണ്ടായി, സ്ത്രീയായിട്ടും പുരുഷനുമായിട്ടും വിഭജിച്ചു. അങ്ങനെ വിഭജിച്ചതിന് ശേഷം അവർ തമ്മിൽ സംയോഗം നടത്തുക. അങ്ങനെ സംയോഗം നടത്തിയിട്ട് എന്ത് ചെയ്യുക? പ്രജകളെ സൃഷ്ടിക്കുക. ആ ആശയമാണ് ബ്രഹ്മാവിന് തോന്നിയത്. അങ്ങനെ ബ്രഹ്മാവ് പുരുഷരൂപം പൂണ്ടു. ആ പുരുഷരൂപത്തിന്റെ പേരാണ് സ്വയംഭുവ മനു. ബ്രഹ്മാവിന്റെ തന്നെ ഒരു ഭാഗം സ്ത്രീ രൂപമായി. ആ സ്ത്രീ രൂപത്തിന്റെ പേരാണ് ശതരൂപ. എന്നിട്ട് അവർ തമ്മിൽ ശാരീരികമായും മാനസികമായും അടുക്കുകയും അങ്ങനെ അവരിൽ നിന്ന് സന്താനങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ മനുഷ്യവംശങ്ങളുടെ ഒരു പരമ്പര അങ്ങോട്ടുണ്ടാകാനായിട്ട് തുടങ്ങി. അങ്ങനെ എന്തു ചെയ്യുന്നു? മനുഷ്യവംശങ്ങൾ വർദ്ധിച്ചു വന്നു. അങ്ങനെ മനുഷ്യവംശങ്ങളെ ഇപ്രകാരം വർദ്ധിപ്പിച്ചവനും ഗുരുവായൂരിൻ്റെ നാഥനുമായ ഗോവിന്ദനോട് എൻ്റെ രോഗങ്ങളെ തടയണമേ, രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ബ്രഹ്മാവ് ചെയ്യുന്നത്. അപ്പം ഭഗവാനെ മനുഷ്യവംശം എങ്ങനെയാക്കാം, ഓരോരുത്തരെയും വ്യത്യസ്ത സ്വഭാവമുള്ളവരാക്കാം എന്നെ പഠിപ്പിച്ചു തന്നത് മഹാവിഷ്ണുവാണ്. ആ മഹാവിഷ്ണുവിനോട് രോഗങ്ങളെ തടയാൻ വേണ്ടി ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിച്ചു കേട്ടോളണം. പ്രപഞ്ച പരിണാമത്തിലെ ഒരു പ്രധാന ഘട്ടമാണ് ഇവിടെ പറയുന്നത്. സ്വയംഭൂ മനുവിൻ്റെ പുരുഷത്വവും ശതരൂപയുടെ സ്ത്രീത്വവും ചേർന്ന് രണ്ടുപേരുടെയും ഗുണങ്ങളുള്ള രണ്ട് പുരുഷന്മാര് ജനിച്ചു. ആ പുരുഷന്മാരുടെ പേരാണ്, ഒന്ന് പ്രിയവൃതൻ. നമ്മൾ പറഞ്ഞല്ലോ ബ്രഹ്മാവിൻ്റെ ശരീരം രണ്ടായിട്ട് വിഭജിച്ചു. ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയും. പുരുഷന്റെ പേര് മനു, സ്ത്രീയുടെ പേര് ശതരൂപ. അവർ തമ്മിൽ ഒന്നായപ്പോൾ 2 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. ആ 2 പുത്രന്മാരുടെ പേര്, ഒന്ന് പ്രിയവൃതൻ, 2 ഉത്താനപാദൻ. അതുപോലെ 3 സ്ത്രീകൾ ജനിച്ചു. ആ സ്ത്രീകളാണ്, ഒന്ന് ആഹൂതി,
2 ദേവഹൂതി, 3 പ്രസൂതി. ഇവരിൽ ആഹൂതിയെ രുചിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു, ദേവഹൂതിയെ കർദമനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു, പ്രസൂതിയെ ദക്ഷനെ കൊണ്ട് വിവാഹവും കഴിപ്പിച്ചു. അപ്പൊ ഇവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അംശങ്ങൾ ചേർന്ന് പുതിയ പുതിയ പ്രജകൾ ഉണ്ടായി. നല്ലതുപോലെ പിടികിട്ടിയല്ലേ? അതായത് ആഹൂതിക്കും രുചിക്കും കുറെ കുട്ടികൾ ജനിച്ചു. അവരിൽ നിന്ന് വ്യത്യസ്തമാണ് ദേവാഹൂതിക്കും കർദമനും ജനിച്ചത്. അവരിൽ നിന്ന് വ്യത്യസ്തമാണ് പ്രസൂതിക്കും ദക്ഷനും ജനിച്ചത്. അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള സന്താനങ്ങൾ ഉണ്ടായി. അവരുടെ പരമ്പരകളും കുലങ്ങളും ഗോത്രങ്ങളുമൊക്കെ ഉണ്ടായി. പിന്നെ വിവിധ ഗോത്രങ്ങളിൽപ്പെട്ടവര് എന്തു ചെയ്യാൻ തുടങ്ങി? പരസ്പരം വിവാഹം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാരെ കൊണ്ട് ഭൂമി നിറയാൻ തുടങ്ങി. അങ്ങനെ വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാര് വിവാഹം കഴിച്ചൊന്നായതോടുകൂടി കലഹങ്ങളുണ്ടായി. അങ്ങനെ കലഹിക്കുമ്പോൾ നമ്മൾ പറയുമല്ലോ, കലഹിക്കുമ്പോൾ നമ്മുടെ ബോഡി ആകെ ടെൻഷനാണ്. അതോടുകൂടി ആരുണ്ടായി? രോഗങ്ങളും ഉണ്ടായി. ഈ രോഗങ്ങൾ മനസ്സിലായില്ലേ? ആ രോഗങ്ങൾക്കുള്ള പരിഹാരങ്ങളും ഭഗവാൻ കണ്ടെത്തി. അങ്ങനെ ഭൂമി നിറയെ വ്യത്യസ്തരായ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു. പരസ്പരം കലഹങ്ങൾ ഉണ്ടായി. അങ്ങനെ രോഗങ്ങൾ ഉണ്ടായി. അപ്പൊ ഭൂമിയിൽ അതിനു മുമ്പ് രോഗമില്ലായിരുന്നു. ഭൂമിയിൽ ആദ്യമായി രോഗം വന്നത് എങ്ങനെയാണ്? ഈ വ്യത്യസ്തരായ മനുഷ്യര് അവരുടെ ആശയങ്ങൾ പരസ്പരം ചേരാതെ വന്നപ്പോൾ കലഹിച്ചു. അപ്പൊ ചൂടാകുമ്പോഴത്തേക്ക് ഭഗവാൻ ഒരു ബോഡി ഒരെണ്ണം സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് ശാന്തമായ പ്രകൃതക്കാർക്കുള്ളതാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ സൃഷ്ടിച്ച ശരീരത്തിന്റെ യഥാർത്ഥ ഇതെന്ന് പറയുന്നത് ശാന്ത സ്വഭാവമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോപം വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ അവയവങ്ങളുടെ പ്രവർത്തനത്തിന് വ്യത്യാസം വരും. അതായത് ഡീസൽ കൊണ്ട് ഓടേണ്ട ഒരു വണ്ടി, ആ ഡീസൽ കൊണ്ട് ഓടേണ്ട ഒരു വണ്ടിയിൽ പെട്രോൾ ഒഴിച്ചാൽ പിന്നെ ആ വണ്ടിക്ക് അസുഖമായി, അതിനെ വർക്ക്ഷോപ്പിൽ കയറ്റണം അല്ലേ? ആകെ ചികിത്സയാണ്. അതുപോലെ ഇവിടെ ശാന്ത സ്വഭാവം എന്ന ഡീസൽ മാത്രമേ ഈ വാഹനത്തിനകത്ത് ശരീരം എന്ന വണ്ടിയിൽ അടിക്കാവൂ. പക്ഷേ നമ്മളാകട്ടെ കോപം എന്ന പെട്രോൾ അടിച്ചു. അപ്പൊ ഡീസൽ വണ്ടിയിൽ പെട്രോൾ അടിച്ചാൽ കുഴപ്പമുണ്ടാകും. അതുപോലെ യാതൊരു രോഗങ്ങളും ഒന്നും ഇല്ലാതിരുന്ന ഈ ഭൂമിയിൽ മനുഷ്യൻ കലഹിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് രോഗങ്ങൾ ഉണ്ടായത്. അപ്പൊ ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോഴും ശാന്ത സ്വഭാവമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു രോഗവും വരില്ല. അപ്പൊ രോഗങ്ങളുടെ മൂല കാരണം സത്യത്തിൽ ഭക്ഷണക്രമം ഉണ്ട്. ആ ഭക്ഷണക്രമത്തെക്കാൾ ഉപരി നിങ്ങളുടെ മനസ്സിൻ്റെതാണ്. നിങ്ങൾ എപ്പോഴും കോപിക്കുന്ന സ്വഭാവക്കാരാണെങ്കിൽ സംശയമൊന്നും വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടം പോലെ രോഗങ്ങൾ വരും. ഒടുവിൽ നിങ്ങൾ അറ്റാക്ക് വരും. കോപിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഏതാണ്? അറ്റാക്ക് വന്ന് അവരില്ലാതായി തീരുകയും ചെയ്യും. അവസാനം എന്ത് സംഭവിച്ചു? ഭൂമിയുടെ ഒരു സ്വഭാവമായി ഈ രോഗങ്ങൾ മാറി. എന്തിനധികം പറയുന്നു? ഭഗവാൻ അവതാരം എടുത്തു കഴിഞ്ഞാൽ ഭഗവാന് പോലും രോഗം ബാധിക്കുമെന്ന സ്ഥിതിയായി. അങ്ങനെ ശ്രീകൃഷ്ണ അവതാരത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂലോകത്ത് വന്നപ്പോൾ ഭഗവാന് വരെ രോഗം ബാധിക്കുമെന്ന് വന്നപ്പോൾ കാമധേനു തൻ്റെ പാലുകൊണ്ട് അഭിഷേകം ചെയ്താണ് ഭഗവാനെ രോഗബാധകളിൽ നിന്ന് രക്ഷിച്ചത്. കാരണം അത്രയ്ക്ക് ഭൂമിയിൽ രോഗാണുക്കളങ്ങ് കടന്നുകൂടി. ഗോവിന്ദനായി തീർന്ന ഭഗവാന്റെ കാരുണ്യം സകല രോഗങ്ങൾക്കുമുള്ള ഒരു ഔഷധമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ എന്തു ചെയ്തു? ഈ സത്യം ഭട്ടതിരിപ്പാട് മനസ്സിലാക്കി. ഭട്ടതിരിപ്പാടിനാകട്ടെ ഏതാണ്? വാതരോഗവുമാണ് ഭട്ടതിരിപ്പാടിന്. അപ്പോൾ സാക്ഷാൽ ഗോവിന്ദൻ അല്ലേ? അതായത് ഗുരുവായൂർ നിലകൊള്ളുന്ന ഗോവിന്ദൻ സർവ്വരോഗങ്ങൾക്കും ഔഷധമായ ഒന്നാണ്. ഗോവിന്ദന്റെ കാരുണ്യം കിട്ടിയാൽ പിന്നെ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകത്തില്ല. അത് ഇപ്പോഴും അങ്ങനെയാണല്ലോ. ഗുരുവായൂർ അമ്പലത്തിലെ ചന്ദനം, കളഭം സിദ്ധ ഔഷധമാണ്. അല്പം നാക്കിൽ വെച്ചാൽ മതി അല്ലേ? വലിയ രോഗങ്ങൾ വരെ ഇല്ലാതായി തീരും. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഗോവിന്ദ, ഞാനുമിതാ ഈ കലഹപ്രിയരായ
ജനങ്ങളുടെ ഇടയിൽ ജനിച്ചതുകൊണ്ട് എനിക്കും രോഗം പിടിപെട്ടു. അതുകൊണ്ട് ഭഗവാനെ, എൻ്റെ രോഗം വാതരോഗമാണ്. അതുകൊണ്ട് ദയവ് ചെയ്തങ്ങ് എൻ്റെ വാതരോഗം മാറ്റിത്തരണേ. കാരണം വാതരോഗം മാറ്റണമെങ്കിൽ ഗോവിന്ദൻ്റെ കാരുണ്യം വേണം. അതുകൊണ്ടാണ് ഇതിനകത്ത് അവസാന വരി പറഞ്ഞിരിക്കുന്നുണ്ട്, ഗോവിന്ദ മാരുത പുരാധിപ. മാരുത പുരാധിപ, ഗുരുവായൂരിൻ്റെ അധിപനെ, രുന്തി രോഗാൻ, എൻ്റെ രോഗങ്ങളെ തടയണമേ. അപ്പൊ സർവ രോഗങ്ങളെയും തടയാൻ കെൽപ്പുള്ള ഗുരുവായൂർ വാഴുന്ന സാക്ഷാൽ ഗുരുവായൂരപ്പ എന്നെ വാതരോഗത്തിൽ നിന്ന് മോചിപ്പിക്കണേ. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കാം, ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഗുരുവായൂര് നിന്ന് വിലസുന്ന അല്ലയോ ഗോവിന്ദ, അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ പിന്നെ രോഗങ്ങളില്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് രോഗമില്ലാതിരിക്കുകയാണ്. വേറെ എന്ത് ധനമുണ്ടായിട്ടും എന്ത് കാര്യം? ഇപ്പൊ അംബാനി പോലുള്ള ആൾക്കാർ കോടികളുണ്ട്, പക്ഷെ ചില രോഗങ്ങൾ വന്നാൽ അംബാനിയുടെ സർവ്വ സ്വത്തും കൊടുത്താലും എന്ത് ചെയ്യത്തില്ല, അത് സുഖപ്പെടുകയില്ല. അതുകൊണ്ട് ഗോവിന്ദ, ഞങ്ങൾ മനസ്സിലാക്കുന്നു, രോഗമാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ രോഗമില്ലാതിരുന്നാൽ അത് തന്നെയാണ് ഭഗവാനെ ധനം. അതുകൊണ്ട് ഗോവിന്ദ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളിൽ ചൊരിഞ്ഞ് ഞങ്ങൾക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണേ പൊന്നു തമ്പുരാനേ. ഗുരുവായൂർ വാഴുന്ന രാധാസമേതനായ ഗോവിന്ദ, സാക്ഷാൽ രാധാകൃഷ്ണ, ഞങ്ങളിൽ കൃപ ചൊരിയൂ. രോഗങ്ങളൊന്നും വരാതെ ഞങ്ങളെ രക്ഷിക്കണേ ഗോവിന്ദ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.